എൽ ജിയുടെ പുതിയ 2 ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എൽ ജി വിങ്ങും അതുപോലെ തന്നെ എൽ ജി വെൽവെറ്റും. ഇതിൽ എൽ ജി വിങ് എന്ന ഫോൺ വരുന്നത് 70,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി വിങ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു ഫോണിലും കാണാത്ത ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഒരു POLED ഡിസ്പ്ലേ ആണ് ഇതിൽ മെയിൻ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഇത് ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. നോർമലി നോക്കുമ്പോൾ സാധാരണ ഫോണുകളിൽ കാണുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പക്ഷേ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡിലോട്ടാക്കിയാൽ 90 ഡിഗ്രി തിരിയും. ആ ഫോൺ ഒരു T ഷേപ്പിലായിരിക്കും. ആ ഫോണിൻ്റെ മുകളിൽ ഒരു ഡിസ്പ്ലേയും വരും, അതുപോലെ തന്നെ താഴെ മറ്റൊരു ചെറിയ ഡിസ്പ്ലേയും വരും. താഴത്തെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 3.9 ഇഞ്ചിൻ്റെ GOLED ഡിസ്പ്ലേ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നത് 1.15:1 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. പിന്നെ മുകളിലത്തെ വലിയ ഡിസ്പ്ലേ വരുന്നത് 21:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഇതിനോടുള്ള ഉപകാരമായിട്ട് കമ്പനി പറയുന്നത്, നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് കോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് താഴത്തെ സ്ക്രീനിലായിരിക്കും കാണിക്കുക. അതുപോലെ വീഡിയോ കൺട്രോൾസ് ഒക്കെ താഴത്തെ സ്ക്രീനിൽ വരും. പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ സ്ക്രീനിൽ കമൻസ് കാണാം. അതുപോലെ തന്നെ മുകളിലത്തെ സ്ക്രീനിൽ ഫുള്ളായിട്ട് വീഡിയോസും പ്ലേ ചെയ്യാൻ കഴിയും. പിന്നെ ക്യാമറ എടുക്കുകയാണെങ്കിൽ മുകളിലത്തെ സ്ക്രീനിൽ വ്യൂ ഫൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ താഴത്തെ സ്ക്രീനിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അസ്ഫാൾട്ട് പോലുള്ള റേസിംഗ് ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു സ്ക്രീനിൽ നമുക്ക് മാപ്പ് കാണാം, മറ്റേ സ്ക്രീനിൽ നമുക്ക് ഗെയിമും കളിക്കാം. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ഡിസ്പ്ലേയിൽ നോച്ചും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ പോപ്പപ്പ് സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ IP54 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഈ ഫോണിൽ MIL STD 810G സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഇത്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 260 ഗ്രാമാണ്. അതുപോലെ തിക്നെസ് വരുന്നത് 10.8 mm ആണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കൂടിയ അത്യാവശ്യം തിക്നെസ് കൂടിയ ഒരു ഫോണാണിത്. പിന്നെ ഈ ഫോണിൽ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ള ഒരു കാര്യം പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ തന്നെയാണ്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വരുമ്പം നമ്മൾ അതിൽ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്നുള്ള കാര്യം. സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സർ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഒന്നുമല്ല. ഇത് അപ്പർ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ ഈ ഫോണിൽ 8 GB RAM ആണ് കൊടുത്തിട്ടുള്ളത്. 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 13 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 117 ഡിഗ്രിയാണ്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഗിംബൽ ക്യാമറ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മോഷൻ സെൻസേഴ്സും വരുന്നുണ്ട്. പിന്നെ ഗിംബൽ മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും വെച്ചിട്ട് ഒരേ സമയം വീഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ASMR റെക്കോർഡിംഗ് എന്നുള്ള ഒരു ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 69,990 രൂപയാണ്. നവംബർ 9 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫോൺ നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ ലഭിക്കും. അതായത് പുറത്ത് ഷോപ്പുകളിൽ നിന്നും ഈ ഫോൺ നമുക്ക് മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ പുതിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും വരുന്നില്ല. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.